ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെ പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് കിരണും അതുപോലെ രതീഷും വേലുവും എല്ലാവരും. അവരങ്ങനെ കാറിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് അവൻ ഇല വാങ്ങിയ കടയിലും അതുപോലെ തന്നെ അവൻ ഒന്ന് രണ്ട് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുകയും കിരണിന്റെ സുഹൃത്തായ ഒരു കമ്പ്യൂട്ടർ പരിചയമുള്ള ഒരാൾ ആ പയ്യനുമായിട്ട് ആലോചിച്ച് പലയിടത്തെ CCTV ദൃശ്യങ്ങളും കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ എവിടെയാണ് സത്യത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഗംഗയുള്ള സ്ഥലം, ആ ഒരു പരിസരം അവർ മനസ്സിലാക്കി അവിടെ ഇങ്ങനെ വണ്ടിയിൽ അങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന, അതായത് കാർത്തികയെ കല്യാണം കഴിക്കാൻ പോകുന്ന ദിലീപ് തൻ്റെ ഒറ്റക്കാലിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും താനിനി കാർത്തികയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, ഒരിക്കലും ഈ കല്യാണത്തിൽ നിന്ന് വലിയില്ല. തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ ആഗ്രഹം ഒരിക്കലും താൻ സാധിച്ചു കൊടുക്കില്ല. അവൻ്റെ ആഗ്രഹം ഈ കല്യാണം മുടങ്ങണമെന്നാണ്. അതൊരിക്കലും താൻ അനുവദിച്ചു കൊടുക്കില്ല എന്നൊരൊറ്റ തീരുമാനത്തിലാണ്. അവൻ്റെ അമ്മ പലപ്പോഴായിട്ട് അവനെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത് അനുവദിക്കില്ല. പിന്നെ തന്നെയല്ല, കിരൺ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നും കാർത്തികയുടെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നും ICUവിലാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവൻ ഇങ്ങനെ പറയുകയാണ് അമ്മയോടായിട്ട് ദിലീപ്. അപ്പോൾ ദിലീപ് പറയുന്ന കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട്. അമ്മ പറയാണ്, അശ്ശോ അത് കഷ്ടമായി പോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, കാർത്തികയുടെ അതായത് കാർത്തികയൊക്കെ കാരണം ഇപ്പോൾ മരണങ്ങൾ നടക്കുന്നുണ്ട്. അവനാണ് എല്ലാത്തിനും കാരണം. കല്യാണിയുടെ അമ്മയെ കൊന്നതും അവൻ തന്നെയാണ്. ഇപ്പം അച്ഛൻ ആശുപത്രിയിലായതും അച്ഛൻ ഇതിനു മുൻപ് കുത്തിയിട്ടുണ്ട്. അതൊക്കെ അവൻ തന്നെയാണ്. അങ്ങനെ ഒരുത്തനാണ് ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും. അവനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഒരാൾക്കും സ്വസ്ഥമായ ജീവിതം ഉണ്ടാകില്ല. ആ ഒരു ഇതിലേറയിൽ പെട്ടുപോയതാണ് നമ്മുടെ അച്ഛനും എന്ന് പറയുകയാണ്. എന്തായാലും അമ്മയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അവനും അവൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ദിലീപിൻ്റെ ഫോണിലേക്ക് ആ മെസ്സേജ് വരുന്നത്, ആ വോയിസ് മെസ്സേജ്. എന്നിട്ട് അതിൽ പറയുന്നത്, നിന്റെ അച്ഛൻ മരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതുപോലെ തന്നെ ഇനി മര്യാദയ്ക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോ, ഇല്ലെങ്കിൽ ഇനി നിന്റെ അമ്മയ്ക്ക് നിന്റെ ജഡം കാണേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മെസ്സേജിലുള്ളത്. ആ മെസ്സേജിൽ തിരിച്ച് നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കോള് കിട്ടുന്നില്ല, അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആ മെസ്സേജ് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് പോലീസിന് ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ സമയം തന്നെ അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകുന്നുണ്ട്. എന്തായാലും കല്യാണിയും കാർത്തികയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് പ്രകാശൻ അമ്പലനടയിൽ ചെന്നിരിക്കാൻ പോയിരിക്കുകയാണ്. അച്ഛൻ അവിടെ തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് കാർത്തിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മി അമ്മയും അത് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ അത്യാവശ്യം വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നേരത്തിന് കൊടുക്കുകയാണ് അമലുവും ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ ഈ പറയുന്ന ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ വിശന്ന് കൊടല് കരിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരുത്തനെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പകല് പോയതാണ് അവൻ ഇതുവരെയും ഭക്ഷണവുമായി തിരികെ എത്തിയില്ല. ഗംഗയ്ക്ക് സംശയം അവനെ പോലീസ് എങ്ങാനും പിടികൂടിയോ എന്നുള്ളത്. എന്തായാലും ഇനി അവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് മാറണ്ടേ എന്ന് കൂടെയുള്ളവൻ ചോദിക്കുമ്പോൾ മാറാൻ വരട്ടെ. എന്തായാലും എൻ്റെ കയ്യിലുള്ള ഫോണ് ഇപ്പം തന്നെ ഞാൻ ഒരുത്തൻ്റെ നിന്ന് തട്ടിയെടുത്തതാണ്. അതിൻ്റെ ബാറ്ററിയൊക്കെ ഞാൻ കളഞ്ഞു. ഇനിയിപ്പോൾ അത് കുറച്ച് എൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ തന്നെയല്ല, നമുക്ക് അടുത്ത ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് കുറച്ച് കരിക്കിടാം. കത്തിയുള്ളത് കൊണ്ട് എളുപ്പമായിട്ട് കരിക്കിടാൻ സാധിക്കും. അതുപോലെ തന്നെ എവിടെയെങ്കിലും കപ്പ നട്ടിട്ടുണ്ടാകും, അത് പറിച്ചെടുത്ത് കപ്പയും ചുട്ട് നമുക്ക് തിന്നാം എന്നൊക്കെ ഇങ്ങനെ അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവൻ പറയുന്നുണ്ട്, നല്ലൊരു കോഴിനെ, നാടൻ കോഴിനെ എവിടെയും കിട്ടിയിരുന്നെങ്കിൽ അതും പൊരിച്ച് തിന്നാമായിരുന്നു എന്ന് പറയുമ്പം അത് റിസ്ക് ആണടാ എന്നിങ്ങനെ ഗംഗ പറയുകയാണ്. എന്തായാലും അവര് ഭക്ഷണം വിശപ്പ് സഹിക്കാനാവാതെ അകത്തുനിന്ന് അവരിങ്ങനെ ഒളിവിൽ നിന്ന് പയ്യെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്.
രണ്ടുപേരും തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കൂടെയുള്ളവൻ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു വളവിൻ്റെ അവിടെ വെച്ചിട്ടാണ് ആ മതില്, ആ വലിയൊരു പറമ്പിൻ്റെ ചുറ്റുമതിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ മതിലെടുത്ത് ചാടുകയാണ് കൂടെയുള്ളവൻ. അവനെടുത്ത് ചാടിയതിന് പുറകെയായിട്ട് ഗംഗയും ചാടാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് കിരണിന്റെ വണ്ടി അതിലേ വരുന്നത്. കിരണും അതുപോലെ നമ്മുടെ രതീഷും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പെട്ടല്ലോ ഈശ്വര എന്നിങ്ങനെ പറയുന്നുണ്ട് ഗംഗ. അങ്ങനെ ഗംഗയ്ക്ക് ചാടാൻ, ആദ്യത്തെ ചാട്ടത്തിൽ അവനത് ചാടാൻ പറ്റുന്നില്ല. ഇത്ര വലിയ വില്ലാളി വീരനായ ഒരുത്തനൊരു മതിൽ ചാടാൻ പറ്റിയില്ല ആ സമയത്ത്. അങ്ങനെ അവൻ വീണ്ടും ചാടാൻ ശ്രമിക്കുമ്പോഴാണ് കിരണിന്റെ വണ്ടി നിൽക്കുന്നത്. പെട്ടെന്ന് ഗംഗ ഓടിപ്പോവുകയാണ്. അപ്പോഴും രതീഷ് പറയുന്നുണ്ട്, അതാരാത്, വേഗം വണ്ടി വിട് സാറേ എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോഴും കിരണിന് സംശയം, അതാരാത്, നമ്മളെ കണ്ടപ്പോൾ എന്താ ഓടിയത് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ. എന്തായാലും ആരായാലും എല്ലാവരെയും ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലല്ലേ കണ്ടത്. അത് ഗംഗയാണെന്ന് ആ സമയത്ത് കിരൺ ചിന്തിക്കാതെ ഇങ്ങനെ സംശയിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴും രതീഷ് പറയുന്നുണ്ട്, വേഗം വിട് സാറേ വണ്ടി എന്ന് പറയുകയാണ്. അങ്ങനെ വണ്ടി പോകുന്നുണ്ട് അവന്റെ പുറകെയായിട്ട്. എന്തായാലും ഗംഗ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഗംഗ അങ്ങനെ ഓടുകയാണ്. പുറകെയായിട്ട് കിരൺ വണ്ടിയുമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് പിന്നീട് കിരൺ ഓടിച്ചിടുകയാണ് അവൻ്റെ ആ ഹെൽമെറ്റ് മാറ്റുകയും അവനെ ഒരു മരത്തിനോട് ചേർത്ത് വെച്ച് അവൻ്റെ നെഞ്ചിൽ കാല് അമർത്തി പിടിച്ച് അങ്ങനെ ചവിട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ആ ഹെൽമെറ്റ് എടുത്ത് മാറ്റി ആളെ തിരിച്ചറിയുമ്പോൾ തല്ലി ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അവിടേക്ക് രതീഷും അതുപോലെ വേലും അവിടേക്ക് എത്തും. അവർ 3 പേരും ചേർന്ന് ഗംഗയെ തല്ലി ചതയ്ക്കുകയാണ്. അതേ സമയത്ത് കല്യാണി നമ്മുടെ അമലുവിനോട് പറയുന്നുണ്ട്, ഇന്നെന്തായാലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇന്നെന്തായാലും കിരണേട്ടനൊന്നും വെറുതെ ഇങ്ങോട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഹുലായാലും പിന്നെ നമ്മുടെ വിക്രമായാലും പറയുകയാണ്, ആ ഗംഗേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. എന്തായാലും പോലീസിന് പിടിയിൽപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ കല്യാണിയെയും കിരണിനെയും അതുപോലെ ആ ലക്ഷ്മി അവരൊക്കെ അങ്ങോട്ട് കൊന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനോഹറും ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ മനോഹറിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഒരു പക്ഷേ മനോഹർ തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം എൻ്റെ മകള് അവനെ വെറുതെ വിടില്ല, ഗുണ്ടകളെ കൊണ്ട് അതിനു വേണ്ട ആൾക്കാരെയൊക്കെ അവള് നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ആ കല്യാണിയാണ് നമ്മുടെ ജീവിതമൊക്കെ തകർത്തത് എന്നൊക്കെ പറഞ്ഞങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റെഫി പറയുന്നുണ്ട്, എനിക്ക് ഈ ജയിലിൻ്റെ അകത്ത് കിടക്കുമ്പോഴും എൻ്റെ ഗംഗയെ കാണാനാണ് തോന്നുന്നത്. ഞാൻ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. പുറത്തിറങ്ങിയാൽ എനിക്ക് ഗംഗയുമായിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഗംഗയും ആഗ്രഹമുണ്ട് കേട്ടോ ഈ സ്റ്റെഫിയെ കാണാനായിട്ട്. ജയിലിൽ പോയി കാണുകയാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷെ അത് നടക്കില്ലെന്ന് കൂട്ടുകാരൻ അപ്പം തന്നെ പറയുന്നുണ്ട്. എന്തായാലും തല്ലിച്ചതച്ച ഗംഗയെ പോലീസിന് വിട്ടുകൊടുക്കാൻ അവരൊരു പക്ഷേ തയ്യാറാവില്ല. അത്രയധികം കൊലപാതകങ്ങൾ അത്രയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരുത്തനാണ്. അതിനുശേഷം അവനെ ഒരു പക്ഷേ കൊന്നു തള്ളുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോലീസിൽ ഏൽപ്പിക്കുകയോ മറ്റോ ചെയ്യും. അതുപോലെ തന്നെ ഇവൻ മരണപ്പെട്ടു എന്ന വാർത്ത ദിലീപിനോടും ദിലീപിൻ്റെ അമ്മയോട് അറിയിക്കുകയും കല്യാണം നല്ല ഭംഗിയായി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ICUവിലായിട്ടുള്ള നമ്മുടെ പ്രകാശൻ അതൊരു ആശ്വാസമായി മാറുകയാണ്. പ്രകാശന് അസുഖമൊക്കെ ഭേദമായതിനു ശേഷമായിരിക്കും പെൺമക്കൾ അറിയുന്നത് പ്രകാശൻ ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം. അപ്പോൾ അവർക്ക് വിഷമാകുന്നുണ്ട്. എന്തായാലും എല്ലാവരും ചേർന്ന് കല്യാണം അടിപൊളിയായി നടത്തുന്ന ഭാഗമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.